ഹലോ, ധനീസ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കറിയൊന്നും ഇല്ലാത്തൊരു ദിവസം ഞാൻ ഉണ്ടാക്കുന്ന ഒരു കിടിലൻ ചമ്മന്തിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ 2 തണ്ട് കറിവേപ്പില, സവാള കുറച്ചധികം എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണ് എനിക്ക് കിട്ടിയത്. ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളക്, ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ഈ സവാളയും അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സവാളയാണ് കൂടുതൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. ചെറിയ ഉള്ളിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ സവാള എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഉണ്ടാക്കാൻ പാകത്തിനാണ്. എല്ലാവർക്കും നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റി വേണം. അപ്പോൾ എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉണക്കമുളകാണ് കേട്ടോ. ഈ ഉണക്കമുളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കളർ ഉണ്ടാവും. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ വറുത്തിടുന്ന മുളക് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാനൊരു 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചുട്ട ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ നമ്മൾ അതിനെക്കാട്ടിലും രുചിയാണ് കേട്ടോ. നമുക്ക് അമ്മിയോ അരക്കല്ലോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാനൊരു 2 കുടം എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പച്ചമണം ഒന്ന് മാറി വരണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആയി വരുന്ന സമയത്ത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാളയുടെ കൂടെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള നമുക്ക് വലിയ സവാള ഒക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയാവും. ഇതിപ്പോൾ ഞാനിവിടെ ചെറുതായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. ഒരുപാട് ഇങ്ങനെ കളറ് മാറുമോ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇളക്കിയെടുക്കുന്നത് കേട്ടോ. സവാള ഇട്ട ഉടനെ തന്നെ നമ്മളിതൊന്ന് തീ വളരെ കുറച്ച് വയ്ക്കണം. സവാളയ്ക്കും ചെറിയൊരു എരിവും ഒക്കെ ഇല്ല, അതൊന്ന് മാറിക്കിട്ടുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടിത് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇടയിലിടയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒത്തിരി ഇങ്ങനെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട, കൈ ഇളക്കാതെ ഇളക്കി കൊടുക്കണ്ട. അപ്പോൾ ഇതൊന്ന് ആയി വരുന്ന സമയത്ത് ഞാനിവിടെ ബീറ്റ്റൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീറ്റ്റൂട്ട് വെച്ചിട്ട് നമ്മളിതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കളറാണ് തരിക. മാത്രമല്ല ഇതിന് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും കാണാൻ, ഒരു പ്രത്യേക രുചി. ഇത് ആയിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. നമ്മുടെ ഉണക്കമുളക് ചൂടാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള കൂട്ടും. ഒരു സാധനം കൂടെ ഞാനിതിൽ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇത് അരയ്ക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുളക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഇതൊന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക. കണ്ടോ, നമ്മളിങ്ങനെ ചതച്ചെടുക്കില്ലേ, ഇടിച്ചെടുത്തിട്ടുള്ള ഇടിച്ചമ്മന്തി പോലെ ആ ഒരു പരുവത്തിലായി വരുമ്പോൾ നമ്മളിത് നല്ലോണം ചൂടാറിയിട്ടുള്ള സവാളയും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ബീറ്റ്റൂട്ടും കൂടെയുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ, ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളമൊന്നും ഇതിൽ ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ. ഇത് നമ്മൾ അരക്കല്ലിലിട്ട് അരച്ചെടുത്താലും നല്ല രുചിയാണ്. നമുക്കിപ്പോൾ അരക്കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാൻ പുളി വെള്ളത്തിലിട്ടതാണ് കേട്ടോ, ചൂടുവെള്ളത്തിലിട്ടത് പുളിയാണ്. കുറച്ച് അപ്പോൾ 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ അരച്ചെടുത്ത് വരുമ്പോൾ ഇതിൻ്റെ കളർ ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം. ഒരുപാട് ഇങ്ങനെ അരഞ്ഞു പോയിട്ടില്ല, ശരിക്കും നമ്മളിങ്ങനെ ചതച്ചെടുത്ത പോലെയാണ് ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ പണി. എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഈ നാടൻ രീതിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് കറിക്കൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒരു 3 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഉച്ചക്കലത്തെ ചോറിനാണെങ്കിലും വൈകിട്ടത്തെ ചോറിനാണെങ്കിലും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. തനി നാടൻ റെസിപ്പി ഇഷ്ടമില്ലാത്തവരാരും തന്നെ കാണില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് വേറെ കുറച്ച് തിരക്കുകളും വന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്കിതുപോലെ ഇടയിലിടയിലൊക്കെ വീഡിയോ ഇടാം. അത് അടിപൊളിയായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് വീഡിയോയിൽ കാണാം കേട്ടോ.